സ്നേഹം നിറഞ്ഞവരെ, കേരള സമാജത്തിൻ്റെ സെക്രട്ടറി എന്ന നിലയിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. എന്നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ 20 വർഷങ്ങൾക്ക് മുൻപ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ കേരള സമാജത്തിൻ്റെ ഒരു യോഗം നടക്കുമ്പോൾ അന്നതിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് ഞാൻ പ്രവർത്തിക്കുന്ന കാലഘട്ടം നന്ദകുമാറാണ് അന്ന് സെക്രട്ടറി. അദ്ദേഹം മാസ് പ്രസിഡന്റായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടെ വിശിഷ്ടാതിയായിട്ട് അന്ന് വിളിച്ചിരുന്നത് നിക്കോളോസ് തിരുമേനിയാണ്. അപ്പോൾ ഡോക്ടർ നന്ദകുമാർ പറഞ്ഞു, സജി, എനിക്ക് തിരുമേനിയെക്കുറിച്ച് വലിയ കാര്യങ്ങളൊന്നും അറിയില്ല, തിരുമേനിയെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞ് അദ്ദേഹം മൈക്ക് എന്നിലേക്ക് കൈമാറുകയും ഞാൻ വളരെ കാര്യമായിട്ട് തിരുമേനിയെ പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ബാക്കിയുള്ള ഭാഗം കൂടെ സജിയൻ കൈകാര്യം ചെയ്താട്ടെന്ന് പറഞ്ഞപ്പോൾ അന്ന് ലീല നാഷണൽ ലെവലൊന്നും അറിയപ്പെടുന്നില്ല, ഒരു പ്രസിഡൻ്റായിട്ട് വരുന്നതേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പൊക്കാനായുടെ നേതാക്കന്മാരായിട്ടുള്ള ഉപ്പൂറായും കറുവപ്പള്ളി എല്ലാവരും, DS കാപ്പു, അങ്ങനെ രാജു സക്രിയ എല്ലാവരും കൂടെ അയച്ച് ആ ഹോളിലേക്ക് കയറുകയും ആ സമയത്ത് ഞാൻ പൊതുവായിട്ട് ലീലയോട് പോലും ചോദിക്കാതെ ലീലാമാരുടെ കേരള സമാജം നാഷണൽ കമ്മിറ്റിയിലേക്ക് നയിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള ഒരു ഡിക്ലറേഷനോട് നടത്തി. അതിനുശേഷമാണ് കാര്യങ്ങൾ മാറി മറിയുന്നു. ലീല അവിടെ നാഷണൽ കമ്മിറ്റിയിലേക്ക് മത്സരിക്കുന്നു. പിന്നീടുള്ളതായ ചരിത്രം നിങ്ങൾക്കൊക്കെ അറിയാം. പ്രവർത്തിച്ച് തന്നെ കയറി വന്നിരിക്കുന്നു, യാതൊരു സംശയവുമില്ല. ഞാൻ കേരള സമാജ സെക്രട്ടറി എന്ന നിലയിൽ കേരള സമാജത്തിൻ്റെ പൂർണ്ണമായ സപ്പോർട്ട് കഴിഞ്ഞ ഏതാണ്ട് 1.5 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എൻഡോഴ്സ് ചെയ്തതാണ്. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സജി. അടുത്തതായിട്ട് മാത്യു തോമസ്. ഓക്കെ, മാത്യു തോമസ് കഴിഞ്ഞ ഇന്ത്യൻ അമേരിക്കൻ മലയാളി അസോസിയേഷൻ ഓഫ് കോൺഗ്രസ്. ലീല മാരിയറ്റിൻ്റെ സ്ഥാനാർത്ഥിത്വം അറിയിച്ച അവസരത്തിൽ തന്നെ ഞങ്ങളുടെ സംഘടന ഇന്ത്യൻ അമേരിക്കൻ മലയാളി അസോസിയേഷൻ അന്ന് തന്നെ തീരുമാനമെടുത്തു ലീല മാരിയറ്റിന് ഫുൾ സപ്പോർട്ട് കൊടുക്കാനായി. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ കമ്മിറ്റിയിൽപ്പെട്ട മിക്കവാറും എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട്. ബെഞ്ചമിൻ ജോർജിന് ഒരു അവസരം കൊടുത്താണ് സംസാരിക്കുന്നത്. ഏതാണ്ട് 37-38 വർഷങ്ങൾക്ക് മുൻപ് ലീല ആൻറ്റിയോടൊപ്പം പൊക്കാന എന്ന് പറയുന്ന സംഘടനയിൽ പ്രവർത്തിച്ചു തുടങ്ങിയ ഒരു വ്യക്തിയായിരുന്നു. ഏറ്റെടുക്കുന്ന ജോലി കൃത്യനിഷ്ഠയോട്, സത്യസന്ധതയോട്, ആത്മാർത്ഥതയോട് ചെയ്യാൻ കരുത്തുറ്റ നേതൃത്വമായിരുന്നു ലീല ആൻറ്റി. ലീല ആൻറ്റി വളർന്നു വന്ന സാഹചര്യം ഒരു കോൺഗ്രസ് തറവാട്ടിലാണ് നിന്നാണ്. ഒരു DCC പ്രസിഡന്റിന്റെ മകളായിട്ടാണ് ലീല ആൻറ്റി. ഒരു കോളേജിലെ ലെക്ചറർ മാത്രമായിരുന്നില്ല. രാഷ്ട്രീയ പൈതൃകങ്ങൾ ഉണ്ടായിരുന്ന AK ആന്റണിക്കും ഉമ്മൻചാണ്ടിക്കും വയലാർ രവിക്കും ബാലപാഠം പറഞ്ഞു കൊടുത്ത ഒരു പിതാവിന്റെ മകളാണ്. കരുത്തുറ്റ നേതൃത്വം, ഏറ്റെടുക്കുന്ന ജോലി. ഒരിക്കൽ ഞാൻ ഓർക്കുന്നുണ്ട്, പൊക്കാനായുടെ റീജിയണൽ വൈസ് പ്രസിഡന്റായിട്ട് നിന്ന സമയത്ത് താൻ ഏറ്റെടുത്ത ജോലി സത്യസന്ധതയോടെ, ആത്മാർത്ഥതയോടെ ആ ജോലി തീർന്നു. അതുപോലെ ഒരു RVP ഒരിക്കൽ പോലും ഒരിടത്തും ഉണ്ടായിട്ടില്ല. കരുത്തുറ്റ നേതൃത്വമാണ് ലീല ആന്റിയുടേത്. ലീല ആന്റിക്ക് പൊക്കാനായുടെ ഒരു പ്രസിഡന്റ് സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ പൊക്കാന എന്ന സംഘടനയെ ഉയരങ്ങളിലേക്ക് എത്തിക്കും. ആദ്യ കാലഘട്ടത്തിൽ അനിരുദ്ധൻ സാറിനോടൊപ്പം, ഉപ്പൂറായോടൊപ്പം, കല്ലപ്പള്ളിയോടൊപ്പം, ലീല ആന്റിയോടൊപ്പം ഒക്കെ പ്രവർത്തിക്കുവാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. പൊക്കാനായുടെ സജീവ പ്രവർത്തനത്തിൽ ഞാൻ കൂട്ടായിരുന്നിട്ടുണ്ട്. ഏതാണ്ട് 38 വർഷങ്ങൾക്ക് മുൻപ് ഈ പ്രസ്ഥാനത്തിൽ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്ത്യൻ അമേരിക്കൻ മലയാളി അസോസിയേഷന്റെ ചെയർമാൻ എന്ന നിലയിൽ എല്ലാവിധ സപ്പോർട്ടും ഞങ്ങളുടെ പ്രസിഡന്റിനെയും പാസ്റ്റ് പ്രസിഡന്റിനെയും സപ്പോർട്ടിന് വേണ്ടി ഞങ്ങൾ ലീല ആന്റിയോടൊപ്പം അയക്കുന്നുണ്ട്. എല്ലാ ഡെലിഗേറ്റും വോട്ട് ചെയ്യത്തക്ക രീതിയിൽ ഞങ്ങൾ സംവിധാനം ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ലീല ആന്റിയുടെ വിജയത്തിന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. വിജയിക്കുന്നത് നമ്മുടെ ഈ ന്യൂയോർക്കിന് തന്നെ അഭിമാനമായിരിക്കും. എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. താങ്ക് യു. Thank you, Benjamin. And Paul Joss. Okay, Abraham Kaipali, please. Abraham Kaipali. Indian American Malayali Association of Yogesh. ലീലാമ്മ
മാർട്ട് ആദ്യമായി നമ്മളെ എടുത്തു വന്നപ്പോൾ ഫുൾ സപ്പോർട്ട് ചെയ്യാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്തു. കാരണം ഞങ്ങളുടെ പ്രസിഡൻ്റായിരുന്ന രാജു സക്കറിയ മരണപ്പെട്ട കാരണത്താൽ ഞങ്ങൾക്ക് പ്രസിഡൻറ്റില്ലായിരുന്ന സമയത്താണ്. പിന്നെ ഞങ്ങളൊരു പ്രസിഡന്റിനെയൊക്കെ തിരഞ്ഞെടുത്ത് ഞങ്ങളെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ലീല മാർട്ട് ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പല ആൾക്കാരും വിളിക്കാനും പറയാനും ഒക്കെ തുടങ്ങി. ഞാൻ പറഞ്ഞ വാക്ക് മാറ്റത്തില്ല. ഞങ്ങൾ 7 വോട്ട് ലീല മാർട്ടിന് കൊടുക്കാമെന്ന് 100% പറഞ്ഞിട്ടുണ്ട്. ലീല മാർട്ടിന് എല്ലാ ഭാവങ്ങളും നേർന്നുകൊടുക്കും. താങ്ക് യു എബ്രഹാം. വളരെ ഹൃദയം തുറന്നുള്ള ആളുകളുടെ ആശംസകൾ തന്നെ ഇവിടെ വലിയൊരു ഉത്തേജനമാണ് സൃഷ്ടിക്കുന്നത് എനിക്ക് തോന്നുന്നുണ്ട്. അടുത്തായിട്ട് നമുക്ക് സോശാമ ആൻഡ്രൂസ് കേൾക്കാം. സോശാമ ആൻഡ്രൂസ്, നഴ്സസ് അസോസിയേഷൻ. I'm Shoshama Andrews. Lilamara TJ. Lilamara TJ. Lilamara TJ. ഞാൻ കേസിൻ്റെ നല്ല അയ്മാനിൽ നിന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതിനൊരു ബിഹൈൻഡ് സ്റ്റോറി ഉണ്ട്. എൻ്റെ ഫ്രണ്ട് ലീലാമാരായിട്ട് റൺ ചെയ്ത സമയത്ത് എനിക്ക് കേരള കൾച്ചറിൽ നിന്ന് ഞങ്ങൾ ഫൗണ്ടർ പ്രസിഡൻറ്റും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ഏഷ്യൻ്റെ ആ സമയത്ത് എനിക്കൊരു പൊസിഷൻ കിട്ടിയില്ല ഡെലിഗേറ്റായിട്ട്. സോ ഞാൻ അവിടെ നിന്ന് മറികടന്ന് അയ്മാലിയിൽ പോയി. അയ്മാലിയിൽ നിന്ന് പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ബുക്ക് ചെയ്യാൻ പോയി. ഇന്നിപ്പോൾ അയ്മാലി വളർന്ന് ഉച്ചകോടിയിൽ എത്തിയേക്കുന്നു. എൻ്റെ കസ്റ്റഡിയിൽ നിന്ന് 6 വോട്ട് അയ്മാലിയിൽ നിന്ന് നിലയ്ക്ക് കിട്ടുന്നതായിരുന്നു. അങ്ങനെ ലീലയുടെ ഒരു റിക്വസ്റ്റ്, ഈ പ്രാവശ്യം പ്രസിഡന്റ് ആകുമ്പോൾ ഞങ്ങളെ, അതായത് സീനിയർ സിറ്റിസന് വേണ്ടിയിട്ട് ഒരു റിഡക്ഷൻ ഞങ്ങൾക്ക് അങ്ങനെ അങ്ങ് വരാൻ പറ്റുമോ? ഞങ്ങൾക്ക് ഒരു റിഡക്ഷൻ തരാൻ എന്തെങ്കിലും അവിടെ ഒന്ന് സബ്മിറ്റ് ചെയ്യണം. സീനിയർ സിറ്റിസണിന് വേണ്ടിയിട്ട് ഫുൾ പേയ്മെൻറ്റ് നടക്കാൻ പറ്റാത്തത് കൊണ്ട് 2000 1500 ഒക്കെ ഇറ്റ്സ് ഹാർഡ് ടു ഡു ഇറ്റ് ഫോർ വിത്ത് ഫാമിലി റിട്ടയർ ഫോർ ലാസ്റ്റ് 15 years. So this is my request. When you become a president, put it that memo in front of everybody and say we need a senior citizen reduction. Is that okay? ഇനി നമ്മുടെ അയൺ ലേഡിയെ പറ്റി ഒന്നും പറയേണ്ട ആവശ്യമില്ല. എവിടെ പോയാലും ശോശാമാവാ ഉഷാവാ ഞാൻ പറയാം. എൻ്റെ വീട്ടിൽ ഇരിക്കുന്നു വയ്യ. അടുത്തയാൾ ഉഷ, അല്ലെ അടുത്തയാൾ ലീസ.